ഓണം ആര് തൂക്കി എന്ന് ചോദിച്ചാൽ വടംവലി പങ്കെടുത്ത നമ്മ പയ്യൻ തൂക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ഒന്നൊന്നര വടംവലി എന്ന് പറഞ്ഞാൽ ഇനി എത്ര മസിൽ പിടുത്തക്കാരനും അറിയാതെ ചിരിച്ചു പോകുന്ന ആ ഗംഭീര ഓണം തൂക്കി വടംവലി. പയ്യന്റെ ബിൽഡപ്പ് ഒക്കെ സെറ്റാണ്. മുകളിലേക്കൊക്കെ നോക്കി കണ്ണിറുക്കി അടച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നീട് ഒരു പോക്കാണ്. ഈ ചൂണ്ടയെ കൊളുത്തുന്ന മീനിനെ എങ്ങനെയാണോ വലിച്ചെടുത്ത് കരയിലോട്ട് കൊണ്ടുപോകുന്നത്, അതേപോലെ ആ പയ്യന്മാർ വലിച്ചുകൊണ്ട് പോകുന്ന ആ പോക്ക് കാണുമ്പോൾ ശിവനെ ചിരിച്ച് ഇടപാട് തീരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇൻസ്റ്റയിലൊക്കെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ദൃശ്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള ആ വാമപ്പ് അഥവാ ഒരു മുന്നൊരുക്കം ഉണ്ടല്ലോ. വ്യത്യസ്ത തരം മുന്നൊരുക്കവും ഒപ്പം തന്നെ കല്യാണരാമനിലെ ഇന്നസെന്റിനെ അനുസ്മരിപ്പിക്കുന്ന ബോഡി ലാംഗ്വേജിൽ വന്ന് നിന്നിട്ട് ഏറ്റവും ഒടുവിൽ ആ പോക്കെന്ന് പറഞ്ഞാൽ ഈ ബിൽഡപ്പ് ഒക്കെ കണ്ട് വലിയ പ്രതീക്ഷ മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം ആദ്യം ഒരു ഞെട്ടലും പിന്നെ റിയാലിറ്റിയിലേക്ക് വന്നപ്പോ ചിരിച്ചവരുടെ കെട്ടളകി എന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെയാണ് ഓണം. ഇതൊന്നും ഇല്ലെങ്കിൽ എത്ര ഡ്രൈ ആയി പോയേനെ ഓണം. പുതിയ ഡിജിറ്റൽ കാലഘട്ടത്തിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പണ്ട് കാലഘട്ടത്തിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ വന്നപ്പോൾ ഇത്തരം കാഴ്ചകൾ ലോകത്താകമാനം കാണാനുള്ള അവസരമുണ്ടായിരിക്കുകയാണ്. ഇതുപോലുള്ള മനുഷ്യർ കൂടി വേണം. ഒരുപക്ഷെ ക്യാമറയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ അഭിനയിച്ചതാണെങ്കിലോ എന്ന് വേണമെങ്കിലും വിലയിരുത്താം. എന്തായിരുന്നാലും ഇതൊക്കെ ഒരു രസകരമായി കാണുക, ആസ്വദിക്കുക, അല്ലാതെ ആ വ്യക്തിയെ ഒരിക്കലും അതിന്റെ പേരിൽ വ്യക്തിഹത്യ ചെയ്യരുത്. ഇതൊക്കെ ചിരിച്ച് സന്തോഷിക്കുക, സിനിമയെ കണ്ടൊരു രംഗമായി മനസ്സിൽ സൂക്ഷിക്കുക. അതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ ഓണം.